വിപ്ലവം വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവർ ജയിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഡൽഹിയിലെ ജൻസി പ്രക്ഷോഭത്തെ പിന്തുണച്ചവരാണോ? തെരുവിൽ നീതിക്ക് വേണ്ടി ശബ്ദിച്ച ആ പിള്ളേരുടെ കൂടെ നിന്നവരാണോ നിങ്ങൾ? എങ്കിൽ നെഞ്ചും വിരിച്ച് അഭിമാനത്തോടെ നിന്നോളൂ. കാരണം ഇത് ചരിത്രമാണ്. ഇന്ന് 25/7/2026 ഈ മൊമെന്റ് ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്താൻ പോവുകയാണ്. നമ്മൾ കേട്ട ആ സന്തോഷ വാർത്ത സത്യമാണ്. വിദ്യാർത്ഥികളുടെ മുന്നിൽ ഭരണകൂടം മുട്ടുമടക്കി, മന്ത്രി രാജിവെച്ചിരിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഭരണത്തിലേറിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് BJP സർക്കാർ ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നത്. ഇത്രയും കൊല്ലം പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്തതാണ് തെരുവിലിറങ്ങിയ കുറച്ച് പിള്ളേർക്ക് കഴിഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജൻസിക്ക് കഴിഞ്ഞിരിക്കുന്നത്, അവർ കളിയാക്കി ചിരിച്ച കുറച്ച് പാറ്റകൾക്ക് കഴിഞ്ഞിരിക്കുന്നത്. അധികാരവർഗം തങ്ങളുടെ ബൂട്ടുകൾക്കിടയിലിട്ട് ഞെരിക്കാൻ നോക്കിയ ഉച്ചത്തോടെ പാറ്റകൾ എന്ന് വിളിച്ചവരാണ് ഇന്ന് സിസ്റ്റത്തെ വീഴ്ത്തിയിരിക്കുന്നത്. അതേ സുഹൃത്തുക്കളെ, ഇതൊരു യഥാർത്ഥ പാറ്റ വിപ്ലവം തന്നെയാണ്. വെറും 3 മാസത്തെ വയസ്സ് മാത്രമുള്ള കുറച്ച് പാറ്റകൾ നേടിയ ഒരു വിപ്ലവം. പല സ്വേച്ഛാധിപതികളുടെയും തകർച്ചയുടെ തുടക്കം ഇങ്ങനെയൊക്കെയായിരുന്നു. ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തും. ഇനി ഈ രാജ്യത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ഭരിക്കുന്ന പാർട്ടി ഒന്നും പേടിക്കും. വലിയ പല മാറ്റങ്ങൾക്കും ഈ വിജയം തുടക്കമിടും. പക്ഷേ ഈ ചരിത്ര വിജയം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. അഴുക്കു പുരണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും ഭരണകൂടത്തിന്റെ അഴിമതികളെക്കുറിച്ചും ഫാസിസത്തിനെതിരായ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും പറഞ്ഞ് എത്രയോ സിനിമകൾ നമ്മുടെ ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അന്ന് തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ ഇതിനെ കൈയടിക്കുകയും ചെയ്തു. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നത്. അന്ന് തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായ നമ്മൾ കൈയടിച്ച് പാസാക്കിയ ആ വിപ്ലവ സിനിമകൾ ഇന്ന് ഈ കാലത്താണ് റിലീസ് ചെയ്തിരുന്നതെങ്കിലോ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഉറപ്പായും ഈ സിനിമകളുടെ നായകന്മാരും അത് എഴുതിയ എഴുത്തുകാരും സംവിധായകരുമെല്ലാം ഇന്ന് രാജ്യദ്രോഹികളായനെ. ചിലപ്പോൾ ആ സിനിമകൾക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് പോലും കിട്ടില്ലായിരുന്നു. ഒടുവിൽ ബോയ്ക്കോട്ട് വിളികളിൽ ആ സിനിമ മുങ്ങിപ്പോയനെ. പക്ഷേ അവരെത്ര കർശനമായ സെൻസർ നിയമങ്ങൾ കൊണ്ടുവന്നാലും ഇനി ഇത്തരം സിനിമകൾ റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് തടഞ്ഞാലും നമ്മൾ ഭയക്കില്ല. നമ്മൾ പോരാടും. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം തെരുവുകളിൽ അധികാരവർഗത്തെ മുട്ടുകുത്തിച്ച ഈ പാറ്റ വിപ്ലവത്തിന്റെ വിജയം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തനിനിറം തുറന്നു കാട്ടിയ അത്തരം ഗംഭീര സിനിമകളെ കുറിച്ചാണ്. ഈ സിനിമകൾ സംസാരിച്ച റിയൽ ലൈഫ് രാഷ്ട്രീയവും തെരുവുകളിൽ ഇന്ന് വിജയം കണ്ട റിയൽ ലൈഫ് പ്രക്ഷോഭവും തമ്മിൽ എന്താണ് കണക്ഷൻ? സിനിമയിൽ കാണുന്ന മാസ് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് പല നായകന്മാരിലും ഇല്ലാതാകുന്നത്? നമുക്ക് വിശദമായി നോക്കാം. നമുക്കാദ്യം നമ്മൾ ഏറ്റവും അടുത്ത് കണ്ട തിയേറ്ററുകളിൽ കൈയടിച്ച ഡിജോ ജോസഫ് ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജനഗണമന എന്ന മലയാള സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. 2022 ഈ സിനിമ റിലീസായപ്പോൾ നമ്മളെല്ലാവരും ശരിക്കും ഞെട്ടിയതാണല്ലേ. ഷാരിസ് മുഹമ്മദിന്റെ ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് കോരിത്തെരിച്ചതാണ്. ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അതുവരെ കാര്യങ്ങളെ കണ്ടിരുന്ന നമ്മുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ അപ്പാടെ മാറിപ്പോയി. നമുക്കറിയാം, 2019 ഹൈദരാബാദിൽ ഒരു മൃഗീയമായ ബലാത്സംഗ കേസ് നടന്നപ്പോൾ പ്രതികളെ പോലീസ് എൻകൗണ്ടറിൽ വെടിവെച്ചു കൊന്ന വാർത്ത കേട്ട് ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചതാണ്. ഓ വാട്ട് എ പോലീസ്, ഇതാണ് ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് നമ്മൾ പോലീസിന് കൈയടിച്ചു. പക്ഷെ ജനഗണമന എന്ന ഒറ്റ സിനിമ വന്നതോടെ നമ്മുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറി. ഇപ്പൊ എവിടെയെങ്കിലും ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് നിൽക്കും, ഒന്ന് ചിന്തിക്കും, ഇതൊരു വ്യാജ എൻകൗണ്ടർ ആണോ? ഇതിനു പിന്നിൽ എന്തെങ്കിലും വലിയ രാഷ്ട്രീയ കളികളുണ്ടോ എന്ന് സംശയിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് ഈ സിനിമയാണ്. ഇന്ത്യൻ ഡേർട്ടി പൊളിറ്റിക്സ് ഇത്രയും പച്ചയായി, ഇത്രയും മനോഹരമായി പറഞ്ഞ മറ്റൊരു സിനിമ അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. മതം, രാഷ്ട്രീയം, ജാതി വിവേചനം, അങ്ങനെ നമ്മുടെ സമൂഹം നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈ ഒരൊറ്റ സിനിമയിൽ വളരെ ധൈര്യത്തോടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ പൃഥ്വിരാജിന്റെ കുറച്ച് കിടിലൻ ഡയലോഗുകൾ ഉണ്ട്. ഇന്നും എത്രയോ പ്രസക്തമായി നിൽക്കുന്ന ഡയലോഗുകൾ. പ്രത്യേകിച്ച് കോടതി മുറിയിൽ വെച്ച് പൃഥ്വിരാജ് ഭരണകൂടത്തിന്റെ കണ്ണിൽ നോക്കി പറയുന്ന ആ ഒരു മാസ് ഡയലോഗ് ഓർമ്മയുണ്ടോ? ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ മതിയാവൂ, കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ് തിയേറ്ററിനെ ഒന്നാകെ കൊരുത്തെരിപ്പിച്ച ആ രംഗം, അധികാരത്തിന് മുന്നിൽ നട്ടെല്ല് വളയ്ക്കാതെ നോക്കി പറയുന്ന ആ ഡയലോഗ് ഓരോ സാധാരണക്കാരന്റെയും ഉള്ളിലെ തീയായിരുന്നു. അത് മാത്രമല്ല, സിനിമയിൽ വിദ്യാർത്ഥികൾ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ക്യാമ്പസിലും തെരുവിലും പ്രക്ഷോഭം നടത്തുമ്പോൾ അവരെ പോലീസ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന രംഗങ്ങളുണ്ട്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടിയർ ഗ്യാസ് എറിയുന്ന ആ സീനൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമ്മളെ വല്ലാതെ അലട്ടും. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആ വിദ്യാർത്ഥികളെ അന്ന് ഭരണകൂടം എന്താണ് ചെയ്തത്? രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചു. യെസ്, ഇവിടെയാണ് നമ്മൾ റിയൽ ലൈഫിലേക്ക് നോക്കേണ്ടത്. ഡൽഹിയിൽ തെരുവുകളിൽ എന്താണോ നടക്കുന്നത് അത് കൃത്യമായി വർഷങ്ങൾക്ക് മുന്നേ ഡിജോ നമുക്ക് കാണിച്ചു തന്നു. ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത ജൻസി പിള്ളേരെ പോലീസ് തല്ലിച്ചതച്ചതും അവർക്ക് നേരെ കണ്ണീർ വാതകം എറിഞ്ഞതും ചാനലുകളിലിരുന്ന് അവരെ ആന്റി നാഷണൽ എന്ന് വിളിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷെ സിനിമയിൽ കണ്ടതിനേക്കാൾ വലിയ മാസാണ് തെരുവിൽ നടന്നത്. അധികാരവർഗത്തിന്റെ കണ്ണീർ വാതകങ്ങൾക്കും ലാത്തികൾക്കും മുന്നിൽ
ആ പിള്ളേർ തോറ്റുകൊടുത്തില്ല. അവർ പോരാടി, സിസ്റ്റത്തെ മുട്ടുകുത്തിച്ചു. അങ്ങനെ വിപ്ലവം ജയിച്ചു. ഇനി നമുക്ക് അല്പം പിന്നോട്ട് സഞ്ചരിക്കാം. 2006 രാകേഷ് ഓംപ്രകാശ് മെഹ്റയുടെ എപ്പിക് ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ രംഗ് ദേ ബസന്തിയിലേക്ക്. ഈ സിനിമ റിലീസ് ചെയ്യാൻ പോയ സമയത്ത് ഇന്ത്യയിൽ നടന്ന ആ വലിയ കോലാഹലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ മെഹ്റയും ടീമും എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നറിയാമോ? സിനിമയുടെ മെയിൻ പ്ലോട്ട് തന്നെ ഇന്ത്യൻ വ്യോമസേനയിലെ MiG-21 യുദ്ധവിമാനങ്ങളുടെ ഗുണനിലവാരമില്ലാത്ത സ്പെയർ പാർട്സുകൾ വാങ്ങിയതിൽ നടന്ന വൻ അഴിമതിയായിരുന്നു. ഒരു യഥാർത്ഥ ചരിത്ര വസ്തു എന്താണെന്നറിയാമോ? 60-കൾ മുതൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചിരുന്ന MiG-21 വിമാനങ്ങൾ തുടർച്ചയായി തകർന്നു വീണ് നമ്മുടെ 200-ലധികം പൈലറ്റുമാരുടെ ജീവനാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത്. അന്ന് പറക്കുന്ന ശവപ്പെട്ടികൾ എന്ന് വിളിച്ചിരുന്ന ആ MiG വിമാനങ്ങളുടെ സത്യങ്ങൾ സിനിമയിൽ പച്ചയ്ക്ക് കാണിച്ചതുകൊണ്ട് അന്ന് പ്രതിരോധ മന്ത്രാലയവും സെൻസർ ബോർഡും വലിയ ഒബ്ജക്ഷനാണ് കൊണ്ടുവന്നത്. സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് അവർ വാശി പിടിച്ചു. ഒടുവിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി പ്രണബ് മുഖർജിക്ക് മുന്നിലും പട്ടാള തലവന്മാർക്ക് മുന്നിലും സിനിമ പ്രത്യേകം സ്ക്രീൻ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. പക്ഷെ ആ സെൻസർ തടസ്സങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി തിയേറ്ററിൽ എത്തിയ പടം എന്തായി? ഇന്ത്യൻ സിനിമാ ചരിത്രം കണ്ട എക്കാലത്തെയും വലിയ സെൻസേഷണൽ ഹിറ്റുകളിൽ ഒന്നായി അത് മാറി. അതൊരു സാധാരണ വിജയമായിരുന്നില്ല. അന്നത്തെ യൂത്ത് കൾച്ചറിനെ തന്നെ മാറ്റിമറിച്ച, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത ഒരു വലിയ പ്രതിഭാസമായിരുന്നു രംഗ് ദേ ബസന്തി. ഒരു രസകരമായ കാര്യം എന്താണെന്നോ? അന്ന് ആ സിനിമ തിയേറ്ററുകളിൽ തകർത്തോടിയപ്പോൾ ഇന്ന് ഡൽഹിയിലെ തെരുവിൽ പോലീസിന്റെ അടികൊണ്ട് ചരിത്രം തിരുത്തി എഴുതിയ നമ്മുടെ ജെൻസി പിള്ളേരിൽ പകുതി പേരും ജനിച്ചിട്ട് പോലുമില്ല. 20 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യം രാഷ്ട്രീയാവസ്ഥകളിൽ ഒരിഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ലല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. ഈ സിനിമയിൽ ഇന്ത്യ ഗേറ്റിൽ മെഴുകുതിരി കത്തിച്ച് സമാധാനപരമായി സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ നേർക്ക് പോലീസ് ക്രൂരമായി ലാത്തിച്ചാർജ് നടത്തുന്ന ഒരു രംഗമുണ്ട്. ജന്തർ മന്ദറിലും ഡൽഹി തെരുവുകളിലും നമ്മുടെ വിദ്യാർത്ഥികളെ പോലീസ് ലാത്തിക്ക് തല്ലി ചതയ്ക്കുമ്പോഴും കണ്ണീർ വാതകം ചീറ്റുമ്പോഴും നമ്മൾ കണ്ടത് ഇതേ രംഗമാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഭയാനകമായ ഒരു സത്യം തിരിച്ചറിയേണ്ടത്. അന്ന് ആ സിനിമയിൽ കണ്ടതിനേക്കാൾ 10 ഇരട്ടി അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ റിയൽ ലൈഫിൽ കടന്നു പോകുന്നത്. അന്ന് 2006 ആ സിനിമയിലെ ചെറുപ്പക്കാർക്കെങ്കിലും സമാധാനപരമായി കുറച്ചുനേരം തെരുവിൽ സമരം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു? സ്വന്തം അവകാശത്തിന് വേണ്ടി ഒന്ന് ശബ്ദിച്ചാൽ, ചോദ്യം ചോദിച്ചാൽ ആ നിമിഷം നിങ്ങളെ രാജ്യദ്രോഹിയാക്കും. നിങ്ങൾക്കെതിരെ വ്യാജ കേസുകൾ വരും, സൈബർ അക്രമങ്ങൾ വരും. ചുരുക്കി പറഞ്ഞാൽ സിനിമയിലെ ഇന്ത്യയേക്കാൾ ഭയാനകമായിരുന്നു ഇന്നത്തെ റിയൽ ഇന്ത്യ. അന്ന് സ്ക്രീനിൽ ഇത്രയ്ക്ക് പച്ചയായി രാഷ്ട്രീയം പറഞ്ഞ് വിപ്ലവം പ്രസംഗിച്ച ആ മഹാനടന്മാർ ഇന്ന് ഈ റിയൽ ലൈഫ് സമരത്തെക്കുറിച്ചും അതിൽ പിള്ളേർ നേടിയ ചരിത്ര വിജയത്തെക്കുറിച്ചും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഞാൻ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊന്നും നോക്കി. അമീർ ഖാൻ ഈ വിഷയത്തിൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ആർ മാധവനാകട്ടെ മുമ്പേ തന്നെ ഭരണകൂടത്തിന്റെ വക്താവായി മാറിക്കഴിഞ്ഞു. ഇനി സിനിമയിൽ ഭരണകൂടത്തിന്റെ ദാസനായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരനായി അഭിനയിച്ച അനുപം ഖേറിനെ പറ്റി അറിയാമോ? സിനിമയിൽ എങ്ങനെയാണോ ഭരണകൂടത്തിന്റെ ചെരുപ്പ് താങ്ങിയ രാഷ്ട്രീയക്കാരനായി അഭിനയിച്ചത്, ജീവിതത്തിലും അദ്ദേഹം അത് തുടരുന്നു. വർത്തമാന ഇന്ത്യയിലെ വിപ്ലവകാരികളുടെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തന്ന സിനിമയാണ് രംഗ് ദേ ബസന്തി. സിനിമയിൽ ആ ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും റിയൽ ലൈഫിൽ നമ്മുടെ ജെൻസി പിള്ളർ തോറ്റുകൊടുത്തില്ല. അവർ പോരാടി, അവർ ചരിത്രം മാറ്റി എഴുതി. ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് വരാം. മാസ സിനിമകളിലൂടെ എങ്ങനെ ശക്തമായ രാഷ്ട്രീയം പറയാമെന്ന് തെളിയിച്ച തമിഴ് സിനിമകളിലേക്ക്. ആദ്യം തന്നെ നമുക്ക് രഞ്ജിത്തിന്റെ കാല എന്ന സിനിമയെ എടുത്തു നോക്കാം. എന്തായിരുന്നു കാല സംസാരിച്ച രാഷ്ട്രീയം? അതൊരു സാധാരണ ഗ്യാങ്സ്റ്റർ പടമായിരുന്നില്ല, മറിച്ച് സ്വന്തം മണ്ണിനും നിലനിൽപ്പിനും വേണ്ടി ഒരു ജനത നടത്തുന്ന ശക്തമായ പ്രതിരോധത്തിന്റെ കഥയായിരുന്നു അത്. കോർപ്പറേറ്റുകളും അധികാരവർഗവും ചേർന്ന് പാവപ്പെട്ടവന്റെ മണ്ണ് പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ ആ ജനത തങ്ങളുടെ ഐക്യത്തെ ആയുധമാക്കി തെരുവിൽ നടത്തുന്ന ആ വലിയ പ്രക്ഷോഭം, ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനങ്ങൾ എങ്ങനെ ഭയമില്ലാതെ തെരുവിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് കാട്ടിത്തന്ന ഗംഭീര പൊളിറ്റിക്കൽ സിനിമയായിരുന്നു കാല. അതുപോലെ തന്നെയാണ് AR മുരുകദാസ് സംവിധാനം ചെയ്ത ദളപതി വിജയുടെ കത്തി എന്ന സിനിമയും. അതൊരു പക്ക കൊമേഴ്ഷ്യൽ മാസ് ആക്ഷൻ സിനിമയാണെന്നതിൽ ആർക്കും സംശയമില്ല. നായകൻ ഇരട്ട വേഷത്തിൽ വരുന്നു, ഫൈറ്റ് ചെയ്യുന്നു, പാട്ടുപാടുന്നു. കോർപ്പറേറ്റുകൾ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കർഷകരുടെ ഭൂമിയും വെള്ളവും തട്ടിയെടുക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ലാതെ ആ ഗ്രാമങ്ങൾ നശിച്ചു പോകുന്നു. ഒടുവിൽ നഗരത്തിൽ സുഖമായി ജീവിക്കുന്ന, ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ നായകൻ എന്താണ് ചെയ്തത്? ഒരു കൂട്ടം വയോധികരായ കർഷകരെയും കൂട്ടി ചെന്നൈ നഗരത്തിലെ മെയിൻ പൈപ്പ് ലൈനുള്ളിൽ കയറിയിരുന്ന് നഗരത്തിലെ വെള്ളം മുടക്കി വലിയൊരു സമരം നടത്തുന്നു. മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആ പ്രായമായ മനുഷ്യർ പട്ടിണി കിടന്ന് നടത്തുന്ന ആ പ്രൊട്ടസ്റ്റ്. ആ സിനിമയുടെ ക്ലൈമാക്സിൽ വിജയ് ഒരു മീഡിയയ്ക്ക് കൊടുക്കുന്ന പ്രസ് മീറ്റ് രംഗമുണ്ട്. കോർപ്പറേറ്റ് അഴിമതിക്കെതിരെയും കർഷകരുടെ ദുരിതത്തെക്കുറിച്ചും വിജയ് നടത്തുന്ന ആ മാസ് സ്പീച്ച് ഓർമ്മയില്ലേ? നമ്മൾ കഴിക്കുന്ന ഓരോ പ്ലേറ്റ് ഭക്ഷണത്തിലും ഒരു കർഷകന്റെ ചോരയുണ്ട് എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഒന്നാകെ കോരിത്തെറിപ്പിച്ച രംഗം. അന്ന് തിയേറ്ററിൽ നമ്മൾ കൈയടിച്ച് വിസിലടിച്ചു. പക്ഷേ ഇവിടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അന്ന് തിയേറ്ററിൽ കർഷകരെയും സമരങ്ങളെയും കുറിച്ച് മാസ് ഡയലോഗ് അടിച്ച് കയ്യടി വാങ്ങിയ അതേ വിജയ് ഇന്ന് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്ടർ കഴകം രൂപീകരിച്ച് സജീവ രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഡൽഹിയിൽ നമ്മുടെ 19-20 വയസ്സുള്ള വിദ്യാർത്ഥികൾ തെരുവിൽ പോരാടിയപ്പോഴും ഇന്ന് ഇവർ ചരിത്ര വിജയം നേടിയിട്ടും സിനിമയിൽ ഈ ജനനായകൻ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അദ്ദേഹം
പൂർണ്ണമായും മൗനത്തിലാണ്. സിനിമയിലെ മാസ് ഡയലോഗുകൾ വിറ്റ് കാശാക്കാൻ എളുപ്പമാണ്, പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ വിപ്ലവം പ്രസംഗിക്കാൻ വലിയ ധൈര്യം വേണം. സിനിമയിൽ സ്ക്രിപ്റ്റ് വായിച്ച് മാസ് കാണിക്കുന്ന പലരും യഥാർത്ഥ ജീവിതത്തിൽ അനീതി കാണുമ്പോൾ നാവ് വിഴുങ്ങി മൗനത്തിലാകും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രംഗ് ദേ ബസന്ത് പോലുള്ള പൊളിറ്റിക്കൽ സിനിമ ഇന്ന് നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്യാൻ സാധിക്കുമോ? ഉറപ്പായിട്ടുമില്ല. സിനിമയുടെ ട്രെയിലർ ഇറങ്ങുന്ന അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ നടക്കും. അണിയറ പ്രവർത്തകർക്ക് നേരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടും. സെൻസർ ബോർഡ് കത്രിക വെച്ച് സിനിമയുടെ നട്ടലൊടിക്കും. തിയേറ്ററുകൾ തകർക്കപ്പെടും. ഒടുവിൽ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമുകൾ പോലും ഇത് സ്ട്രീം ചെയ്യാൻ ഭയപ്പെടും. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്ന കലയെ ഇന്ന് ഭരണകൂടങ്ങൾക്ക് വലിയ ഭയമാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ബോളിവുഡിനെയും നമ്മുടെ മലയാളം തമിഴ് സിനിമകളെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടത്. ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ ഭരണകൂടത്തിന്റെ കണ്ണിൽ നോക്കി സത്യങ്ങൾ വിളിച്ചു പറയാൻ ഇന്ന് ഏതെങ്കിലും ഒരു സംവിധായകന് നട്ടലുണ്ടോ, ഗഡ്സ് ഉണ്ടോ? ഉണ്ട്. അത് നമ്മുടെ മലയാളത്തിലും തമിഴിലുമുള്ള സിനിമാക്കാർക്ക് മാത്രമാണ്. സിസ്റ്റത്തിന്റെ അഴുക്കുകൾ തുറന്നു കാട്ടുന്ന സിനിമകൾ ചെയ്യാൻ ഇന്നും ധൈര്യം കാണിക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ്. ഇന്നത്തെ ബോളിവുഡ് പൂർണ്ണമായും ഭയത്തിലാണ്. എന്നാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമകൾ അങ്ങനെയല്ല. നാളെ അവർ എത്ര കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നാലും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി സിനിമകൾ റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഭയക്കില്ല. നമ്മൾ പോരാടും. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, നമ്മൾ സിനിമ കണ്ട് ആസ്വദിക്കുന്നത് ചിലപ്പോൾ കേവലം ഒരു വിനോദത്തിന് മാത്രമാകും. ഡൽഹിയിലെ തെരുവിൽ നടന്നത് സിനിമയല്ല, ചോര പൊടിഞ്ഞ യഥാർത്ഥ പോരാട്ടമായിരുന്നു. നീറ്റ് പരീക്ഷ ചോർച്ചയും അതിനെ തുടർന്നുള്ള അനീതികളും കാരണം ഈ രാജ്യത്ത് പൊലിഞ്ഞു പോയത് 20-ൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ ജീവനുകളാണ്. തങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നപ്പോൾ ആത്മഹത്യ ചെയ്ത ആ കുട്ടികളുടെ ജീവന് പകരം വെക്കാൻ ഈ വിജയം കൊണ്ട് സാധിക്കില്ല. ആ മരണങ്ങൾക്ക് ഈ സിസ്റ്റം കൃത്യമായ നഷ്ടപരിഹാരം കൂടെ നൽകണം. പക്ഷെ ഒന്നോർക്കുക, ആ കുട്ടികൾക്ക് വേണ്ടി തെരുവിൽ ചോരയൊഴുക്കി പോരാടിയ നമ്മുടെ പിള്ളേർ ഇന്ന് പുതിയൊരു ചരിത്രം രചിച്ചിരിക്കുകയാണ്. അധികാരവർഗം പുച്ഛിച്ചു തള്ളിയ ആ പാറ്റകൾ ഇന്ന് വിപ്ലവം വിജയിച്ച് കാണിച്ചിരിക്കുന്നു. 1947 ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആരും വീട്ടിൽ സുഖമായിരുന്നിട്ടല്ല. അന്നും തെരുവുകളിൽ ഇതുപോലെ ചെറുപ്പക്കാർ ചോരയൊഴുക്കിയ സമരം ചെയ്തിട്ടാണ്, പോരാടിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതേ പോരാട്ട വീര്യം തന്നെയാണ് 2026 നമ്മൾ കണ്ടത്. പോലീസിന്റെ ബൂട്ടുകൾക്കും ലാത്തികൾക്കും കണ്ണീർ വാതകങ്ങൾക്കും ആ യുവത്വത്തിന്റെ സ്വരം നിലയ്ക്കാൻ സാധിച്ചില്ല. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരാണ്. ഈ പാറ്റ വിപ്ലവം ചരിത്രമാണ്. ഈ മൊമെന്റ് 25/7/2026 എന്ന ഈ തീയതി ഇന്ത്യൻ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തും. ഇത്രയും കാലം വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാത്തത് നമ്മുടെ ജൻസി പിള്ളേർ സാധിച്ചു കാണിച്ചിരിക്കുന്നു. ഇനി തെറ്റ് ചെയ്യാൻ ഭരിക്കുന്ന ഏതൊരു പാർട്ടിയും 1 അല്ല 10 വട്ടം ആലോചിക്കും. ഡൽഹിയിൽ ചരിത്രം സൃഷ്ടിച്ച ആ വിദ്യാർത്ഥികൾക്ക് എന്റെ ബിഗ് സല്യൂട്ട്. നിങ്ങൾക്ക് നമ്മുടെ പിള്ളേർ നേടിയ ഈ ചരിത്ര വിജയത്തെക്കുറിച്ചും ഈ സിനിമാ വിശേഷങ്ങളെക്കുറിച്ചും എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായവും ആവേശവും താഴെ കമന്റായി രേഖപ്പെടുത്തൂ. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. ജയ് ഹിന്ദ്.